എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ശംഖുമുഖത്തിന്റെ സാഗര വശ്യതയിൽ നിന്ന് പ്രഭാത കേരളം തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഈ ശംഖുമുഖം അതിന്റെ ഒരു പഴയ ഒരു പ്രഭാവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം നേരത്തെ ഈ തൊട്ടടുത്ത് വരെ മണൽത്തിട്ട ഇല്ലാതെ ഇങ്ങനെ വെള്ളം കയറി തീരെ അടിച്ച് കിടക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യസ്തമായി തീരം രൂപപ്പെട്ടിട്ടുണ്ട്. പഴയപടിയിലേക്ക് സൗന്ദര്യം വന്നില്ലെങ്കിൽ കൂടിയും എന്തായാലും ആ തരത്തിലേക്ക് ശംഖുമുഖം തിരിച്ചെത്തുമെന്ന ഒരു പ്രതീക്ഷ നമുക്ക് പഴയതുപോലെ എന്തായാലും ആളുകൾ രാവിലെ ഒക്കെ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ബീച്ചുകളിലേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഈ കേരളത്തിൽ പല ബീച്ചുകളുണ്ട്, പക്ഷേ ശംഖുമുഖത്തിന്റെ അത്ര ഒരു പൂർണ്ണതയും സൗന്ദര്യവും പ്രശസ്തിയുമുള്ള ഒരു ഇടം വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പഴയ പ്രഭാവത്തിലേക്ക് എന്തായാലും ശംഖുമുഖം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് വീണ്ടും കടന്നു പോകാം. ഇനി നമ്മൾ പാലക്കാട്ടേക്കാണല്ലേ പോകുന്നത്. പാലക്കാട്ട് PT7 വിളയാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. PT7 ഒപ്പം ഇപ്പോൾ മറ്റ് 2 ആനകൾ കൂടി ഭീകരത വിതച്ചുകൊണ്ട് അവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്ത. എന്തായാലും PT7 പിടികൂടാനുള്ള ദൗത്യ സംഘം ഇന്ന് പാലക്കാട്ട് എത്തുമെങ്കിൽ പോലും ഈ 2 ആനകൾ കൂടി എത്തുന്ന അത്തരത്തിലൊരു പ്രദേശവാസികൾക്ക് ആ ഒരു ഭീകരത ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് വയനാട്ടിലെ ദൗത്യം കഴിഞ്ഞതിന് ശേഷമാണ് സംഘം ഇവിടേക്ക് വരുന്നത്. അപ്പം എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വയനാട്ടില് സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ ആനയേക്കാൾ കൂടുതൽ ആക്രമണകാരിയായ ആണെന്ന് PT7. സ്വാഭാവികമായും ആ ദൗത്യം പ്രധാനപ്പെട്ടതാണ്. എന്തായാലും പ്രസാദ് ഉടുമ്പശ്ശേരി അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നമുക്ക് കാണാം. PT7 പിടിക്കുക എന്നുള്ള ദൗത്യം തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു. വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം ഉടൻ തന്നെ ധോണിയിലെത്തുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നമ്മളോടൊപ്പം പാലക്കാട് DFO ചേരുന്നുണ്ട്. സാർ, ഇപ്പം PT7 പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വയനാട് പിടിച്ചു കഴിഞ്ഞു. ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് കടക്കുമോ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. സോ നമ്മുടെ അവിടുത്തെ വയനാട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ അതിനുവേണ്ടി ഇവിടുത്തെ ടീം ഉടനെ അവിടെ പോയിട്ടുണ്ടോ. സോ പിന്നെ ഇപ്പോൾ അവിടുത്തെ ആന ആൾറെഡി പിടിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. സോ ഇന്ന് അവിടുത്തെ ടീം സ്റ്റാർട്ട് ആവുന്നുണ്ടോ. സോ ഇന്ന് രാത്രി വരെ ആ ടീം ഇവിടെ എത്തും. സോ അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കൂട് ഒരു പകുതി ഭാഗമായിട്ടുണ്ടോ. സോ ആ പകുതി ഭാഗം ഇപ്പോൾ കംപ്ലീറ്റ് ആക്കും. സോ ബാക്കി നമ്മുടെ ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നുണ്ട്. എത്ര ദിവസം കൂടി വേണ്ട ഈ കൂട് നിർമ്മാണം ഇനി പൂർത്തിയാകാൻ? ഒരു 2-3 ദിവസം മാക്സിമം. അതിന് മുന്നേ കംപ്ലീറ്റ് ആക്കും ഇത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ മയക്കുവെടി വെച്ച് പിടിക്കാൻ തന്നെയുള്ളൂ? വേറെ എന്തെങ്കിലും നടപടികളുണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. അത് മാത്രമേ ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവുകളെല്ലാം അന്തിമ ഉത്തരവുകളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും ഉത്തരവുകൾ ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ ഈ PT7 ഒപ്പം തന്നെ മറ്റ് 2 കാട്ടാനകൾ കൂടി ഇറങ്ങുന്നുള്ള വലിയ തോതിലുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇന്നലെയെല്ലാം ഈ പ്രദേശത്ത് ഇറങ്ങുകയും ചെയ്തിരുന്നു. നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്താണെന്നുള്ളത്? ഇല്ല, ഇപ്പോൾ ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ വാച്ചർമാർ ഇപ്പോൾ പ്ലസ് നമ്മുടെ സ്റ്റാഫ് ഇവിടെ പോകുന്നുണ്ടോ. സോ പോയതിനു ശേഷം നമുക്കത് കൺഫർമേഷൻ കിട്ടും. സോ ഏതാണ് ആന ഇവിടെ കയറിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ RRT ടീം ഈ ആന കൂട്ടം കൂടാതെ ഉണ്ടായിരുന്നത് ആൾമോസ്റ്റ് മോർണിംഗ് 4 o'clock 5 o'clock വരെ ഇതിന് കൂടാതെ ഉണ്ടായിരുന്നു. എന്തായാലും മിസ്സായിട്ട് ജസ്റ്റ് ഇവിടെ ഈ സൈഡ് എത്തിയിട്ടുണ്ടോ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫോളോ ചെയ്യുന്നുണ്ടോ. പ്ലസ് കുങ്കിയാണ് ഈ ചോദിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തെല്ലാം നമുക്ക് ഒരു പാട്രോളിംഗ് എല്ലാം ചെയ്യും. സോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. RRT ടീം എല്ലാ സമയത്തും ഫീൽഡ് തന്നെ ഉണ്ട്. ആൾമോസ്റ്റ് 24/7 ഇവിടുത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. സാർ, ഈ PT7 ഒപ്പം മറ്റ് കാട്ടാനകൾ കൂടി ഉള്ളത് ഈ മയക്കുവെടി വെക്കാനുള്ളൊരു തടസ്സമായി മാറുമോ? അതാണ്, അതിനെ നമുക്ക് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ആ 2 സെപ്പറേറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ ഒരുമിച്ച് ഉണ്ടോ, എവിടേക്കും ഉണ്ടോ, അതേപോലെ നോക്കണം ആക്ച്വലി. അതിനുശേഷം മാത്രം നമുക്ക് ഡോക്ടറെ സംസാരിച്ചിട്ട് ഒരു തീരുമാനം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. എന്തായാലും ഉടൻ തന്നെ കാട്ടാനെ പിടികൂടാൻ PT7 പിടികൂടാനുള്ള നടപടി ഉണ്ടാകും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ PT7 മറ്റ് 2 കാട്ടാനകൾ കൂടിയുള്ളത് ഈ മയക്കുവെടി വെക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കും. ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.